welcome to my YouTube channel. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അറബ് വിമൻ റൈറ്റേഴ്സ് എ ബ്രീഫ് സ്കെച്ച് ബൈ ഡാലിയ കോഹൻ മോർ. ഈ വീഡിയോ നമ്മൾ പല സെക്ഷൻസ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ വർക്കിനെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കാണും. അത് കഴിയുമ്പോൾ ഓഥറിനെ പറ്റിയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ, ഡാലിയ കോഹൻ മോറിനെ പറ്റിയിട്ട്. അത് കഴിയുമ്പം ഈ വർക്കിൻ്റെ ഒരു പോയിന്റ് വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറി തരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഭാഗം നോക്കുമ്പം നമുക്ക് 4 മേജർ പോയിന്റ്സ് ആണ് ഓർത്തിരിക്കേണ്ടത്. ഫസ്റ്റ്, ഈ വർക്കിൻ്റെ ഫുൾ ടൈറ്റിൽ എന്തുവാ? അറബ് വിമൻ റൈറ്റേഴ്സ് എ ബ്രീഫ് സ്കെച്ച് എന്നുള്ളതാണ് ഫുൾ ടൈറ്റിൽ. സെക്കൻഡ്ലി, ഇത് എഴുതിയത് ഡാലിയ കോഹൻ മോർ ആണ്. തേർഡ്ലി, അറബ് വിമൻ റൈറ്റേഴ്സ് ആൻ ആന്തോളജി ഓഫ് ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറയുന്ന ബുക്കിലാണ് ഇത് പബ്ലിഷ് ആവുന്നത്. ആ ബുക്കിൻ്റെ കവർ പേജാണ് ഇപ്പുറത്ത് തന്നിരിക്കുന്നത്. ഇനി ഇത് പബ്ലിഷ് ആവുന്നത് 2005 ഇനി നമ്മൾ ഡാലിയ കോഹൻ മോറിനെ പറ്റിയിട്ട് നോക്കാൻ പോവുകയാണ്. ഡാലിയ കോഹൻ മോർ ഒരു ലിറ്റററി സ്കോളർ ആയിരുന്നു. ഇവർക്കൊരു മിഡിൽ ഈസ്റ്റേൺ ബാക്ക്ഗ്രൗണ്ടാണ്, അതായത് ഇവർ അറബിക് രാജ്യങ്ങളിൽ നിന്നാണ് ബിലോങ് ചെയ്യുന്നത്. പക്ഷേ അവർക്ക് എഡ്യൂക്കേഷനൊക്കെ ലഭിച്ചത് നെതർലാൻഡിലും US ഇനി ഇത് കഴിയുമ്പോഴത്തേക്കിന് ഇവരുടെ PhD ഏൺ ചെയ്യുന്നുണ്ട് അറബിക് ലാംഗ്വേജിൽ. ഇനി ഇവരുടെ മേജർ വർക്ക്സ് നോക്കുമ്പം എ മാറ്റർ ഓഫ് ഫെയ്റ്റ്, ദ കോൺസെപ്റ്റ് ഓഫ് ഫെയ്ത്ത് ഇൻ അറബ് വേൾഡ് ആസ് റിഫ്ലക്റ്റഡ് ഇൻ മോഡേൺ അറബിക് ലിറ്ററേച്ചർ 2001. നെക്സ്റ്റ് വർക്ക് Arab Women Writers, an Anthology of Short Stories 2005. Mothers and Daughters in Arab Women Literature, The Family Frontier 2011. Fathers and Sons in Arab Middle East 2013. And Out of Jordan, a Sabra in the Peace Corps tells her story എന്നുള്ളതാണ് ഇവരുടെ മേജർ വർക്ക്സ്. ഓക്കെ, നമുക്കപ്പോൾ ഇനി സമ്മറിയിലോട്ട് കിടക്കാം. അപ്പം നമുക്കറിയാം, ലാസ്റ്റ് ഒരു ഹാഫ് സെഞ്ച്വറിയിലാണ് വിമൻ റൈറ്റേഴ്സ്, അറബിക് വിമൻ റൈറ്റേഴ്സ് സ്പെഷ്യലി ഇത്രത്തോളം എമേർജ് ആവുന്നത്. അപ്പോൾ അതിന് നമ്മൾ 2 മേജർ ഫാക്ടേഴ്സാണ് കാണുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് അൽ നാഭ എന്ന് പറയുന്ന ഒരു ലിറ്റററി റിവൈവൽ അറബിയയിൽ സംഭവിക്കുന്നു. ഈ ടൈമിലാണ് വെസ്റ്റിൽ നിന്നും ഷോർട്ട് സ്റ്റോറീസും നോവൽസും ഒക്കെ കൂടുതലും അറബിയയിലോട്ട് ഇൻട്രൊഡ്യൂസ് ആവുന്നത്. അപ്പം ഈ ഒരു ഷോർട്ട് സ്റ്റോറീസ് എങ്ങനെ ഇത്രത്തോളം ഇവിടെ ഷോർട്ട് സ്റ്റോറീസ് വന്നു എന്നുള്ളതൊക്കെ, പക്ഷേ ഇവിടെ എങ്ങനെ ഇൻക്രീസ് ആയി എന്നുള്ളത്, ഇതിൻ്റെ റീഡർഷിപ്പ് എങ്ങനെ കൂടി എന്നുള്ളത് അറബിക് പ്രസ്സിൻ്റെ ഡെവലപ്മെൻറ്റ് സംഭവിച്ചു. അറബിക് പ്രസ്സിൻ്റെ കൂടെ തന്നെ എന്ത് സംഭവിച്ചു? അവിടുത്തെ നേറ്റീവായിട്ടുള്ള ആൾക്കാരുടെ റീഡർഷിപ്പ് ഇൻക്രീസ് ചെയ്ത് കൂടുതൽ റീഡേഴ്സ് വന്നു. അപ്പോൾ ഈ റീഡേഴ്സൊക്കെ എന്താണ് പ്രിഫർ ചെയ്തിരുന്നത്? ഷോർട്ട് സ്റ്റോറീസാണ് പ്രിഫർ ചെയ്തിരുന്നത്. അപ്പം ഷോർട്ട് സ്റ്റോറീസിൻ്റെ റീഡർഷിപ്പ് ഇൻക്രീസ് ചെയ്ത്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് World War II കഴിഞ്ഞപ്പോഴത്തേക്കിന് അറബിക് കൺട്രീസിന് എന്ത് കിട്ടി? ഇൻഡിപെൻഡൻസ് കിട്ടി. അപ്പോൾ ഈ ഇൻഡിപെൻഡൻസ് വിമൻ്റെ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്തെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്തത്? വിമണിന് ഫ്രീയും കമ്പൽസറി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടാൻ തുടങ്ങി. ഈ എഡ്യൂക്കേഷനോട് കൂടി തന്നെ അവർക്ക് ലിറ്ററസിയായി. ആ ലിറ്ററസിയിൽ അവർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ഇൻക്രീസ് ചെയ്ത്. അപ്പോൾ ഇവർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസൊക്കെ കുറച്ച് ഇൻക്രീസ് ചെയ്ത് ഇവർക്ക് സ്വന്തമായിട്ടൊരു എക്സിസ്റ്റൻസ് ഉണ്ട് എന്നൊക്കെ ഇവർക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയപ്പം ഇവരുടെ ഒരു സെൽഫ് എക്സ്പ്രഷനും ഇത്രയും നാളും അവരനുഭവിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് എക്സ്പ്രസ് ചെയ്യണമെന്ന് തോന്നി. ആ ഒരു പേട്രിയാർക്കൽ സൊസൈറ്റിക്ക് അഗെയിൻസ്റ്റ് ക്രിട്ടിസൈസ് ചെയ്യാനും ഒക്കെ ഇവർ വോയിസ് എടുക്കുമ്പോഴത്തേനും ഇവർ ഏത് ജോണറാണ് പ്രിഫർ ചെയ്തത്? അവരുടെ ലിറ്റററി എക്സ്പ്രഷന് വേണ്ടിയിട്ട് ഫിക്ഷനാണ് ഇവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതിനകത്തും ഷോർട്ട് സ്റ്റോറീസും നോവൽസുമാണ് ഇവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്തത്. അതും ആ ടൈമിൽ എങ്ങനെയായിരുന്നു? ഷോർട്ട് സ്റ്റോറീസിൻ്റെ റീഡേഴ്സ് കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് ഈ വിമൻ റൈറ്റേഴ്സ് ഈ ഒരു ടൈമിൽ കൂടുതൽ എമേർജായി വന്നത്. ഇതാണ് ഇത്രയും പറഞ്ഞത്. ഇനി ഇതിന് കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട്. 3 പേരുടെ പേരാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, പലസ്തീനിയൻ റൈറ്റർ ആയിട്ടുള്ള മൈസിയാദ. സെക്കൻഡ്ലി, ഈജിപ്ഷ്യൻ റൈറ്റർ ആയിട്ടുള്ള സുഹൈർ അൽ കലാവാമി. തേർഡ്ലി, സിറിയൻ റൈറ്റർ ആയിട്ടുള്ള ഉൽഫത്ത് അൽ ഇദിൽവി. ഓക്കെ, ഇനി നമുക്കറിയാം, ഈവൻ ഇന്ത്യയുടെ കേസ് എടുത്താൽ പോലും മെയിൽ റൈറ്റേഴ്സിൻ്റെ നമ്പർ ആയിരിക്കും എപ്പോഴും ഫീമെയിൽ റൈറ്റേഴ്സിനേക്കായി കൂടുതൽ. അപ്പം ഇന്ത്യയെ പോലെ തന്നെ ഒരു പേട്രിയാർക്കൽ സൊസൈറ്റിയാണ് അറബിക് നേഷൻസ്. അതുകൊണ്ട് തന്നെ അവിടെയും എങ്ങനെയായിരുന്നു? മെയിൽ റൈറ്റേഴ്സിൻ്റെ നമ്പറായിരുന്നു ഫീമെയിൽ റൈറ്റേഴ്സിനേക്കായി കൂടുതൽ. ഇനി ഫീമെയിൽ റൈറ്റേഴ്സ് എന്ന് പറയുമ്പം എല്ലാ സെഗ്മെൻറ്റ് ഓഫ് ദ സൊസൈറ്റിയിൽ നിന്നും ഫീമെയിൽ റൈറ്റേഴ്സ് എമേർജ് ചെയ്തതെന്ന് നമ്മൾ വിചാരിക്കരുത്. ഏറ്റവും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിലെ ആൾക്കാർക്ക് മാത്രമാണ് റൈറ്റിംഗ് എന്നുള്ള കരിയറിലോട്ട് വരാൻ പറ്റിയത്. ഇപ്പം ഒരു പ്രിവിലേജ്ഡ് ആൾക്കാർ പ്രിവിലേജ് സെക്ഷനിൽ നിന്നും വിമൺ ഫിക്ഷൻ റൈറ്റിങ്സ് എഴുതുമ്പം അവർക്കൊരിക്കലും ഒരു ഡൗൺ ട്രോഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോയിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പുവർ സെക്ഷനിൽ നിന്ന് ബിലോങ് ചെയ്യുന്ന വിമൻ്റെ പ്ലൈറ്റ്, അവരുടെ എക്സ്പീരിയൻസസ് ഒരിക്കലും റിയലിസ്റ്റിക്കലി ആർക്ക് പോർട്രേ ചെയ്യാൻ പറ്റില്ല? ഈ പ്രിവിലേജ് സെക്ഷന് പോർട്രേ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? അവരത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അത്ര തന്നെ. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കിന് ഈ ഒരു സെക്ഷൻ ഓഫ് സൊസൈറ്റിയുടെ വോയിസ് തന്നെ പുറത്ത് വരുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഈവൻ വിമൺ എഴുതുന്നെന്ന് പറയുമ്പം പോലും പുവർ സെക്ഷനിലെ വിമണിൻ്റെ കാര്യങ്ങൾ
നമ്മുടെ സൊസൈറ്റി അറിയുന്ന പോലും ഇല്ല. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞു പ്രിവിലേജ് സെക്ഷനിൽ നിന്നും വിമൻസ് എഴുതുന്നുണ്ടെന്ന്. പക്ഷേ പ്രിവിലേജ് സെക്ഷനിൽ പോലും വളരെ ഫ്യൂ ആയിട്ടുള്ള വിമണിന് മാത്രമാണ് ഈ റൈറ്റിങ്ങിലോട്ട് ടൈം കണ്ടെത്താനും റൈറ്റിങ്ങിലോട്ട് ഇറങ്ങാനും സാധിക്കുന്നത്. എന്താ കാരണം? അവർക്ക് ഒന്നാമത്തെ ഫാമിലി ഒബ്ലിഗേഷൻസ് കാണാം, അല്ലെങ്കിൽ ഫുൾ ടൈം ജോബ്സ് കാണാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രഷേഴ്സ് കാണും അവർക്ക്. അപ്പം അവർക്കൊരിക്കലും റൈറ്റിങ്ങിനെ ഒരു മേജർ പ്രൊഫഷനായിട്ട് എടുക്കാൻ സാധിക്കില്ല. ഈവൻ മെയിൽസ് ആയാൽ പോലും, ബിക്കോസ് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു നോഷനുണ്ട് റൈറ്റിംഗ് വെച്ചിട്ട് ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടില്ല. ഒരു ഫുൾ ടൈം ജോബ് ഉള്ള ഒരാൾ റൈറ്റിങ്ങിലോട്ട് കടന്നാൽ കുഴപ്പമില്ല, അത് മാനേജ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ റൈറ്ററായിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ബട്ട് റൈറ്റിങ്ങിനെ മാത്രം ഒരു പ്രൊഫഷനായിട്ട് എടുക്കുന്ന ഒരാൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കില്ല, അങ്ങ് വളരെയധികം പ്രഷേഴ്സ് കാണും എന്നുള്ള ഒരു നോഷൻ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ റൈറ്റേഴ്സ് ഓൾറെഡി അവർക്കൊരു ഫുൾ ടൈം ജോബ് കാണും, അവരതിൻ്റെ കൂടാണ് റൈറ്റിങ്ങിനെ ഒരു കരിയറായിട്ട് ചൂസ് ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നോബൽ ലോറിയേറ്റ് ആയിട്ടുള്ള നഗീബ് മെഹ്ഫൂസ് ഒരു സിവിൽ സർവൻ്റ് ആയിരുന്നു ഈജിപ്തിൻ്റെ മിനിസ്ട്രി ഓഫ് കൾച്ചറിൽ. അതേപോലെ തന്നെ അതിൻ്റെ കൂടാണ് ഒരു റൈറ്ററായിട്ട് വർക്ക് ചെയ്തിരുന്നത്. ഇനി കുറച്ച് വിമൻ റൈറ്റേഴ്സിനെ നോക്കുമ്പോൾ, നവാൽ അൽ സാദവി ഒരു ഫിസിഷ്യൻ ആയിരുന്നു അവർ, ബട്ട് അതിൻ്റെ കൂടെ തന്നെ അതാണ് അവരുടെ മേജർ പ്രൊഫഷൻ, ബട്ട് ഷി വാസ് ഓൾസോ എ റൈറ്റർ. ഇനി കുറച്ച് റാദ്വ അഷോർ, സുഹൈർ അൽ കലാമാവി, ലത്തീഫ അൽ സിയാദ്, ഇവരൊക്കെ യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സാണ്, അതാണ് അവരുടെ മേജർ പ്രൊഫഷൻ, ബട്ട് അതല്ലാതെ തന്നെ അവർ റൈറ്റേഴ്സും ആണ്. ഇനി അലിയ മംദൂദ്, ഫൗസിയ റഷീദ്, മൊന റഗാദ്, ഫദീല അൽ ഫർവ, ഹദിയ സെയ്ദ്, ഇവരൊക്കെ ജേർണലിസ്റ്റുകളാണ്, ബട്ട് ദേ ഹാവ് ഓൾസോ ചൂസൺ റൈറ്റിംഗ് ആസ് എ പ്രൊഫഷൻ. അപ്പം റൈറ്റിംഗ് അവരുടെ ഒരു മൈനറായിട്ടുള്ള പ്രൊഫഷനാണ്, അതേസമയം മറ്റേതാണ് അവരുടെ മേജർ പ്രൊഫഷൻസായിട്ട് അവർ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു പ്രിവിലേജ് സെക്ഷനിൽ കുറച്ച് വിമൺ അവരുടെ ലിറ്റററി എക്സ്പ്രഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ എക്സ്പ്രസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ പ്രിവിലേജ് സെക്ഷനിൽ പോലും വിമൺ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അവരുടെ ഇൻ്റലക്ച്വൽ ഫ്രീഡം പേട്രിയാർക്കലായിട്ടുള്ള മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള സൊസൈറ്റി എന്ത് ചെയ്തിരുന്നു? സെൻസർ ചെയ്തിരുന്നു. ബിക്കോസ് അവരെന്ത് എഴുതണം, അവരെന്ത് എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളതൊക്കെ ആര് കൺട്രോൾ ചെയ്തിരുന്നു? മെയിൽ സൊസൈറ്റിയാണ് കൺട്രോൾ ചെയ്തിരുന്നത്. അതിന് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള 3-4 എക്സാമ്പിൾസ് നമുക്ക് പറഞ്ഞുതരാം. ഫസ്റ്റാണ് നവാൽ അൽ സാദവി. അവരുടെ ഫസ്റ്റ് നോൺ ഫിക്ഷൻ വർക്കായിട്ടുള്ള വിമൺ ആൻഡ് സെക്സ്, ഇത് വളരെയധികം കോൺട്രവേഴ്സി ഉണ്ടാക്കിയൊരു വർക്കാണ്. ഇത് പബ്ലിഷ് ആകുന്നത് 1972 ഇത് കോൺട്രവേഴ്സി ആവാൻ കാരണം ഇതിനകത്ത് ഫീമെയിൽ സെക്ഷുവാലിറ്റീനെ പറ്റിയും വെർജിനിറ്റീനെ പറ്റിയും സർക്കംസിഷനെ പറ്റിയും ക്രൈംസ് ഓഫ് ഓണറിനെ പറ്റിയിട്ടൊക്കെ നവാൽ അൽ സാദവി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നേരത്തെ ഇവർ ഈജിപ്തിൻ്റെ സെക്രട്ടറി ജനറൽ ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ എന്ന പോസ്റ്റിലായിരുന്നു. ഈ വർക്ക് പബ്ലിഷ് ആവുന്നതോടുകൂടി മെയിൽ സൊസൈറ്റി എന്ത് ചെയ്യുന്നു? ഇവരെ ഈ പോസ്റ്റിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുകയാണ്. ഇവരുടെ വർക്ക് സെവറൽ അറബ് നേഷൻസിൽ ബാൻ ചെയ്യുകയാണ്. അങ്ങനെ വളരെയധികം കോൺട്രവേഴ്സി ഉണ്ടാക്കിയൊരു വർക്കാണ്. ഇവരത് എഴുതിയിരുന്നത് കാരണം ഇവർ വളരെയധികം കോൺസിക്വൻസ് അനുഭവിക്കേണ്ടി വന്നു. അതേപോലെ തന്നെ ഈ വർക്കും ബാനായി. ഇനി നെക്സ്റ്റ് എക്സാമ്പിളാണ് ലൈല ബലാക്കി. ഇവരൊരു ലെബനൻ റൈറ്ററാണ്. ഇവരൊരു ഷോർട്ട് സ്റ്റോറി എഴുതുന്നു, എ സ്പേസ് ഷിപ്പ് ഓഫ് ടെൻഡർനെസ് ടു മൂൺ. ഇത് 1963 പബ്ലിഷ് ആവുന്നത് ബീററ്റിൽ. അപ്പോൾ ഈ ഷോർട്ട് സ്റ്റോറിക്കകത്ത് കുറേ ഇറോട്ടിക് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് ട്രയൽ ഫേസ് ചെയ്യുകയാണ്, ഒബ്സീനിറ്റിക്കും പബ്ലിക് മൊറാലിറ്റീനെ എൻഡേഞ്ചർ ചെയ്യുന്നതിനും വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ ഇത് ട്രയൽ ഫേസ് ചെയ്തെങ്കിലും ലേറ്റർ അത് ഫ്രീ ആയെങ്കിൽ പോലും ഇവർ പബ്ലിഷ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. നെക്സ്റ്റ് റൈറ്ററാണ് സുഹൈർ അൽ താൽ ഓഫ് ജോർഡൻ. ഇവരുടെ ഒരു വർക്ക് ഉണ്ടായിരുന്നു, ദ ഗാലോസ്. ഈ വർക്കിൽ ഈ സ്റ്റോറിയിൽ ഒരു ഹാങ്മാൻ്റെ ന്യൂസ് ഉണ്ടല്ലോ. ഈ ഹാങ്മാൻ ന്യൂസ് എന്ന് പറയുന്നത് ഈ വധശിക്ഷയ്ക്കൊക്കെ വിധിക്കപ്പെടുമ്പം ആ ഒരു കയറില്ലേ, അതിനെ ഹാങ്മാൻസ് ന്യൂസിനെ ഫാലസുമായിട്ട് കമ്പയർ ചെയ്തിരുന്നു എന്നുള്ള ഒരു കുറ്റത്തിൽ ഇവരെ ട്രയൽ ചെയ്തു, സെൻറ്റൻസ് ചെയ്തു, ഫൈൻ ചെയ്തു, എന്നിട്ട് പബ്ലിക് സെൻറ്റിമെൻറ്റ്സിനെ ഒഫൻഡ് ചെയ്തു എന്നുള്ള കുറ്റത്തിന് ഇംപ്രിസൺ വരെ ചെയ്തു. നെക്സ്റ്റാണ് സാബിയ ഖമീസ്. അവർ UAE റൈറ്ററാണ്. അവർ ട്രാൻസ്ക്രിപ്റ്റീവ് പോയിട്രിയാണ് എഴുതുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിൽ ചെയ്യുകയാണ് 5 months. ട്രയൽ കൂടെ ഇല്ലാതെ ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിൽ ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് 3-4 എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. എങ്ങനെയാണ് വിമണിൻ്റെ ഒരു ലിറ്റററി എക്സ്പ്രഷൻ പേട്രിയാർക്കൽ സൊസൈറ്റി സെൻസർ ചെയ്യുന്നതും അവർ തീരുമാനിക്കും വിമൺ എന്ത് എഴുതണം എന്നുള്ളത്. ആ രീതിയിലുള്ള പോയിൻറ്റ്സാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാം ഒപ്പോസിഷൻ ഫ്രം ഫാമിലീസ് എങ്ങനെയാണ് ഈ വിമൻ റൈറ്റേഴ്സ് അഫക്റ്റ് ചെയ്തിരുന്നത് എന്നാണ് നോക്കുന്നത്. ഇപ്പം ഫസ്റ്റ് എക്സാമ്പിളാണ് അലീഫ റിഫാത്ത്. ഇവർ
റൈറ്റിങ്ങിൽ നിന്നും ഇവരുടെ ഫാദറും ഹസ്ബൻഡും രണ്ടുപേരും തടഞ്ഞിരുന്നു. നെക്സ്റ്റ് റൈറ്ററാണ് നവാൽ അൽ സാദവി. നമ്മൾ നേരത്തെ പറഞ്ഞു വിമൺ ആൻഡ് സെക്സ് എഴുതിയ റൈറ്റർ. ഈ നവാൽ അൽ സാദവി 2 വട്ടം ഡിവോഴ്സ് ആയതാണ്. കാരണം ഇവിടെ 2 ഹസ്ബൻഡ്സും റൈറ്റിങ്ങിനോട് യോജിച്ചിരുന്നില്ല, ഇവരുടെ റൈറ്റിങ്ങിനോട് യോജിച്ചിരുന്നില്ല. അപ്പം ഇതൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ പാട്രിയാർക്കൽ ഡോമിനൻസ് വിമൻ്റെ റൈറ്റിംഗ് കരിയറിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് യൂസഫ് അൽ ഷാറുണി എന്ന് പറഞ്ഞൊരു ക്രിട്ടിക് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മിഡിൽ ഈസ്റ്റേൺ വിമണ് അവരുടെ മിഡിൽ ഈസ്റ്റേൺ മെന്നിന് അവരുടെ വിമൺ ഒരു കരിയർ ഉണ്ടാക്കുന്നതിൽ നിന്നോ അല്ലെങ്കിൽ ഫാമിലി ഇൻകമിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിലൊന്നും ഒബ്ജക്ഷൻ ഇല്ല. പക്ഷേ അവർക്ക് പ്രോബ്ലം വരുന്നതെന്ന് പറയുന്നത് ഈ വിമൺ സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ ഒരു സോഷ്യൽ എക്സിസ്റ്റൻസ് അവർക്കുണ്ടെന്ന് ഈ വിമണിന് തന്നെ തോന്നി തുടങ്ങുമ്പോഴോ ആണ് മെൻ അവരെ പിന്തിരിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് അവരുടെ മെയിൻ പ്രോബ്ലം. അവർക്കൊരു ഐഡൻറ്റിറ്റി കാണാൻ പാടില്ല, ഈ വിമൺ സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി കാണാൻ പാടില്ല, അവർക്കൊരു സോഷ്യൽ എക്സിസ്റ്റൻസ് കാണാൻ പാടില്ല. ഇൻകമൊക്കെ കൊണ്ടുവരുന്നിടം വരെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മെന്ന് ഒബ്ജക്ഷൻ ഇല്ല എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്, യൂസഫ് അൽ ഷാറുണി പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു സോഷ്യോളജിസ്റ്റാണ് ഫാത്തിമ മെർനീസി. ഇവർ പറയുന്നത് ഒരു ടെററിസ്റ്റ് ടാക്ടിക്സ് ഓഫ് മെന്നെ പറ്റിയിട്ടാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെൻ എപ്പോഴും വിമണിനെ റൈറ്റിങ്ങിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ്, ഇവരുടെ ഐഡിയ, ഈ വിമൺ എഴുതുന്നതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടഡ് ഐഡിയ ആണ്. ഇമ്പോർട്ടഡ് ഐഡിയ എന്ന് പറയുമ്പോഴത്തേന് അവരുടെ ഒരു കൾച്ചറൽ ഹെറിറ്റേജിന് മാച്ച് ചെയ്യുന്നതല്ല, വേറെ ഇവിടുത്തെയോ കൾച്ചറിനെ പറ്റിയിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഈ വിമണിനോട് അങ്ങനെയാണ് പറയുന്നത് ഇവരുടെ റൈറ്റിങ്സിനെ പറ്റിയിട്ട്. അതേപോലെ തന്നെ റെപ്രസെൻറ്റേറ്റീവ് അല്ല എന്നുള്ളതാണ് 2ാമത്തെ പോയിന്റ്. അതായത് സയൻസിനോടുള്ള ആക്സസ്, നിങ്ങൾ സയൻസിനെ ആക്സസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്, അങ്ങനെ ഒരു രീതിയാണ് കാണിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഒരു ടെററിസ്റ്റ് ടാക്ടിക്സ് ആണ് ഈ മെൻ എംപ്ലോയ് ചെയ്യുന്നത് ഇവരുടെ റൈറ്റിങ്ങിനെ ഹിൻഡർ ചെയ്യാൻ അല്ലെങ്കിൽ സെൻസർ ചെയ്യാൻ എന്നുള്ള രീതിയിലാണ് ഫാത്തിമ മെർനീസി പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കാരണം വിമണിനൊരു ഡെയിലി ബാറ്റിലാണ് വിമൺ ഫൈറ്റ് ചെയ്യുന്നത് അവരുടെ റൈറ്റിങ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാണ് ഫാത്തിമ മെർനീസിയുടെ ഒപ്പീനിയൻ. ഇനി ഈ ഒരു റിലേഷൻ, ഇവരുടെ മെന്നും വിമണും അവരുടെ ഇൻഡിപെൻഡൻസും അവരുടെ ഫ്രീഡമും ആ ഒരു ഡോമിനൻസും ഒക്കെ തമ്മിലുള്ള റിലേഷൻ വളരെ അൺകണ്ടീഷണലി ക്ലാസ് റിലേഷൻസുമായിട്ട് ലിങ്ക്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അതായത് ക്ലാസ്സസ് തമ്മിലുള്ള വ്യത്യാസം അനുസരിച്ച് ഈ ഒരു റിലേഷൻ പിന്നെയും കൂടിക്കൊണ്ടും കുറഞ്ഞുകൊണ്ടും ഇരിക്കും എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ കാണുന്നത് കുറച്ച് പ്രോബ്ലംസ്. ഏറ്റവും മെയിനായിട്ടുള്ള പ്രോബ്ലംസ് എന്തുവാ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വിമൺ ഇത്രത്തോളം പ്രശ്നങ്ങൾ നേരിടുന്നതെന്ന് കാണുക. അതിന് കാരണം എന്തുവാണ്? കാരണം അറബ് വിമണിന് എപ്പോഴും ഒരു മെയിൽ ഡോമിനൻ്റ് അറീനയിലാണ് ഇവരുടെ റൈറ്റിങ്സിനെ അസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഇവർക്ക് ഇവരുടെ ലിറ്റററി എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സിനെയും റൈറ്റിങ്സിനെയൊക്കെ എക്സ്പ്രസ് ചെയ്യേണ്ടത് എവിടാ? വളരെയധികം ഒരു ഒബ്സ്റ്റക്കിൾ നേരിടും അവർ ഇത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇതൊരു ടാസ്ക് ഓഫ് സിസിഫസ് ആണെന്ന് പറയുന്നത്, ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള മെയിൻ കാരണങ്ങൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൊസൈറ്റി, ഇവർ അവരുടെ വർക്ക്സിനെ എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള സൊസൈറ്റി എങ്ങനെയാണ്? കൺസർവേറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റിയാണ്. ഇവിടെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ട്. അവരുടെ വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത് വളരെയധികം സ്റ്റാറ്റിക്കാണ്, ഒരു രീതിയിലുള്ള ചേഞ്ചിനും അത് പ്രോഗ്രസീവ് അല്ല. അതേപോലെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല വിമൻ്റെ റൈറ്റിങ്ങിനെയും അവരുടെ ഒപ്പീനിയനെയും. അപ്പോൾ ഇത്തരം ഒരു സൊസൈറ്റിയിലോട്ടാണ് ഇവരുടെ വർക്ക്സ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ റൈറ്റിങ്സും കയറി വരാനുള്ള സാധ്യത വളരെ കുറവാണ്, ഒരുപാട് സെൻസർ ആവാനുള്ള ചാൻസസ് ഉണ്ട് എന്നൊക്കെ പറയുക. ഇനി നെക്സ്റ്റ് നമ്മൾ കാണുന്നത് കുറച്ച് പ്രോമിനൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സിൻ്റെ നെയിംസ് ആണ്. ഇത്രത്തോളം പ്രശ്നങ്ങൾ നേരിട്ടിട്ടും വളരെ പ്രോമിനൻ്റ് ആയിട്ട് നിന്ന റൈറ്റേഴ്സ് ഉണ്ട്, വിമൻ റൈറ്റേഴ്സ് ഉണ്ട്, ഈവൻ എമേർജിംഗ് ആയിട്ടുള്ള യങ് റൈറ്റേഴ്സും ഉണ്ടെന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവരുടെ 3-4 പേരുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. ഉൽഫത്ത് അൽ ഇദിൽബി ഒരു സിറിയൻ റൈറ്ററാണ്. ഹരൻ അൽ ഷായഖ് ഒരു ലെബനൻ റൈറ്ററാണ്. ഡെയ്സി അൽ അമീർ ഒരു ഇറാഖ് റൈറ്ററാണ്. ലൈല അൽ ഉത്മാൻ കുവൈറ്റിൽ നിന്നാണ്. നവാൽ അൽ സാദവി ഈജിപ്റ്റാണ്. ഓക്കെ, ഇനി കുറച്ച് റൈസിംഗ് ആയിട്ടുള്ള യങ് റൈറ്റേഴ്സ് പറയുമ്പം സാമിയ അത്ത് ഉൽ ഒരു പലസ്തീനിയൻ റൈറ്ററാണ്. ന്യൂഴ ബിൻ സുലൈമാൻ ഒരു മൊറോക്കൻ റൈറ്ററാണ്. ഉമൈമ അൽ ഖമീസ് സൗദിയിൽ നിന്ന് ബിലോങ് ചെയ്യുന്നതാണ്. സഹാർ അൽ മൂവി ഈജിപ്തിലെയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു കൊളോണിയൽ ഇൻഫ്ലുവൻസിൻ്റെ ഒരു ഡിഫറൻസ് ഓരോ റീജിയനനുസരിച്ച് വന്നതെന്നാണ് പറയുന്നത്. ഇപ്പം അറബിക് ഈസ്റ്റ് അല്ലെങ്കിൽ മഷ്രീഖ് ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു നേരത്തെ. അറബിക് വെസ്റ്റ് മഗ്രീബ് ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്നു. അപ്പം ഈ ബ്രിട്ടീഷ് കൊളോണിയൽ പോളിസിയിൽ ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജിനെ വളരെയധികം ഹാർഷായിട്ട് ഇമ്പോസ് ഒന്നും ചെയ്തിരുന്നില്ല. ബട്ട് ഫ്രഞ്ച് അവരെന്ത് ചെയ്തിരുന്നത്?
അവർ വളരെ അഗ്രസീവായിട്ട് ലിംഗ്വിസ്റ്റിക്കും കൾച്ചറലും ക്യാമ്പയിനൊക്കെ നടത്തിയിട്ട് ഈ ഒരു ഇൻഡിജീനിയസ് ആയിട്ടുള്ള കൾച്ചറിനെ റിപ്ലേസ് ചെയ്ത്, ഇൻഡിജീനിയസ് ആയിട്ടുള്ള ലാംഗ്വേജിനെ റിപ്ലേസ് ചെയ്ത് ഫ്രഞ്ചിൻ്റെ ഇൻഫ്ലുവൻസ് വരുത്തണം എന്നുള്ള ഒരു മിഷനിലായിരുന്നു അവർ. അത് കാരണം എന്ത് സംഭവിച്ചു? ഫ്രാങ്കോഫോൺസ് വന്ന്, അതായത് റൈറ്റിങ്സ് അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് ഇൻ ഫ്രഞ്ച് വന്നു തുടങ്ങി. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ജമീലിയ ഡെബേക്ക്, ആസിയ ജേബ്ദൻ, മുഹമ്മദ് ദിബ്, ബ്രിസ് ഷറീബി, അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുക. അപ്പം എങ്ങനെയാണ് അറബ് വിമൻ റൈറ്റേഴ്സ് എമേർജ് ഇത്രത്തോളം ഇൻക്രീസ് ആവുന്നതെന്നും അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും അതേപോലെ തന്നെ അവരുടെ വർക്ക്സ് എങ്ങനെ സെൻസർ ആവുന്നെന്നും അതേപോലെ തന്നെ അവരെങ്ങനെയാണ് ഫാമിലിയിൽ നിന്ന് ഒപ്പോസിഷൻ നേരിടുന്നതെന്നും അവരെ എങ്ങനെ ടെററിസ്റ്റ് ടാക്ടിക്സ് ഒക്കെ മെൻ എംപ്ലോയ് ചെയ്യുന്നു ഇവരുടെ റൈറ്റിങ്സിനെ ഹിൻഡർ ചെയ്യാനെന്നുള്ള രീതിയിലും, പിന്നെ അവരുടെ ടാസ്ക് എത്രത്തോളം ഡിഫിക്കൾട്ടാണ്, അവരൊരു കൺസർവേഷനിസ്റ്റ് സൊസൈറ്റിയിൽ എഴുതുമ്പോൾ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ എത്രത്തോളം ഡിഫിക്കൾട്ടാണെന്നൊക്കെയും, പിന്നെ അതേപോലെ തന്നെ കുറച്ച് പ്രോമിനൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെയും കുറച്ച് യങ് ആയിട്ടുള്ള റൈറ്റേഴ്സിൻ്റെ നെയിംസും, അതേപോലെ തന്നെ കൊളോണിയൽ ഇൻഫ്ലുവൻസ് എങ്ങനെയായിരുന്നു എന്നും ഈ ഒരു അറബിൻ്റെയും വിമൻ റൈറ്റേഴ്സിൻ്റെയൊക്കെയുള്ള ഇൻഫ്ലുവൻസിന് പുറത്ത് ഫ്രഞ്ച് എങ്ങനെ വന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ എസ്സേയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക, ഐ വിൽ റെസ്പോണ്ട് ടു യു. പിന്നെ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ക്ലാസ്സിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇനി ഇതേപോലത്തെ എക്സാമിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ സബ്സ്ക്രൈബ്. താങ്ക് യു.